കൊച്ചിയിൽ AI നഗരം 2030-ൽ സജ്ജമാകുമെന്ന് ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുറുന്തിൽ. ഇൻഫോ പാർക്ക് വികസനത്തിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമാണ് പദ്ധതി. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കവെയാണ് അദ്ദേഹം പ്രോജക്ടിനെ കുറിച്ച് വിശദീകരിച്ചത്. AI നഗര പദ്ധതിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് ദോഹയിൽ വെച്ചാണെന്ന് സുശാന്ത് കുറുന്തിൽ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു AI സിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടൊന്ന് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈവൻ അവിടെയും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു കൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് അൺവീൽ ചെയ്തത് ഇവിടെയാണ്. ഇൻഫോ പാർക്ക് വികസനത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് AI ടെക് സിറ്റി യാഥാർത്ഥ്യമാകുന്നത്. AI സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇൻഫോ പാർക്ക് ഫേസ് 3 നമ്മൾ AI സിറ്റി ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് 3 ഓൾറെഡി കഴിഞ്ഞ 10 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മളും ഇൻഫോ പാർക്കും GCDയും തമ്മിലൊരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ലാൻഡ് പൂളിംഗ് സംവിധാനത്തിലാണ് AI നഗരം വരുന്നത്. വെല്ലുവിളികളാണ് പുതുമകൾ സൃഷ്ടിക്കുന്നതെന്നും ഇൻഫോ പാർക്ക് സിഇഒ ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളാണ് ഒരു പുതിയ ഇന്നോവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇൻഫോ പാർക്കിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് കപ്പാസിറ്റി ഇല്ല. കമ്പനികൾ അവിടെ വരുന്നു, അവർക്ക് വരണം, പക്ഷേ നമുക്ക് ലാൻഡ് ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു തോട്ട് വരുന്നതും. ഇപ്പോൾ ഇങ്ങനെ ഒരു ലാൻഡ് പൂളിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡിൽ നമ്മൾ പുതിയ ലാൻഡ് എടുക്കാനും ഇങ്ങനെ ഒരു സിറ്റി ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു തോട്ട് വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. ആഗോള ടെക് ഭീമന്മാരെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രോജക്റ്റിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് അബ്ബാസ്, മീഡിയ വൺ, ദോഹ.